ടേസ്റ്റ് ചെയ്യാം. മമ്മിക്ക് മാത്രം പഴങ്കഞ്ഞിക്ക് ചൂട് തൈരല്ല, നല്ല മോര്, നാടൻ മോര്. ആക്ച്വലി പഴങ്കഞ്ഞി കൂടി കഴുകരുത്, ടേസ്റ്റ് ഞെരടി കഴിക്കണം. സോ നമ്മ ഇപ്പൊ ഉള്ളത് മീമി റെസ്റ്റോറന്റ് ആണ്. മീമി റെസ്റ്റോറന്റ് വരുന്നത് നമ്മുടെ പൊന്നാരിമംഗലത്തിന്റെ ആ ടോളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. അതിന്റെ ലൊക്കേഷൻ ഞാൻ ഇവിടെ ഗൂഗിൾ മാപ്പ് ആഡ് ചെയ്യാട്ടോ, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഒന്ന് കാണാവുന്നതായിരിക്കുള്ളൂ. ഐ മീൻ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നതായിരിക്കും. സോ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, കാരണം ജെർമി അകത്തുണ്ട്. അപ്പൊ ജെർമി, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ജെർമിക്ക് ഇവിടെ നിൽക്കാനും പറ്റിയ നല്ല സ്പോട്ടാണ്. ഉച്ചക്ക് ഊണുണ്ട്, പക്ഷെ നമ്മളിപ്പോ രാത്രിയാണ് വന്നേക്കണത്. രാത്രിയിലത്തെ വിഭവങ്ങള് എന്തൊക്കെയാണെന്ന് കാണാൻ വേണ്ടിയാണ് വന്നേക്കണത്. സോ നമ്മുടെ ജെർമി ഇതേ ഇവിടെ ഇരിപ്പണ്ടേ. ജെർമിനെ മുടിയൊക്കെ വെട്ടി കുളിപ്പിച്ച് സുന്ദരനായിട്ട് വന്ന് എത്തിയേക്കണേണ്. ഇവിടെ നമുക്ക് ഓപ്പൺ ആയിട്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, ഉള്ളിലേക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് വരുന്നത്, കുറച്ച് ഗാർഡനൊക്കെ വെച്ചിട്ട്. സോ ഇവിടെയാണ് മോൾട്ടനും മമ്മിയും ഇരിക്കുന്നത്. അപ്പോ ഇന്നത്തെ ഫുഡിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. സോ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് പഴങ്കഞ്ഞിയാണ്. പഴങ്കഞ്ഞിയുടെ കൂടെ തൈര് ഉണ്ടാവും, നെല്ലിക്കയുണ്ട്, കടലയുണ്ട്, കപ്പയുണ്ട്, പിന്നെ ഒരു പച്ചമുളക് ഉണ്ട്. പിന്നെ അതിലൂടെ ചെറിയ കൊഴുവറുത്ത്, ഉണക്ക കൊഴുവറുത്ത് ഉണ്ട്, പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ട്. എനിക്കൊണ്ട് ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് തോന്നുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്യാം. എന്താ ചെമ്മീൻ ചമ്മന്തിയാണോ? വെറൈറ്റി ചമ്മന്തിപ്പൊടി ഉണ്ട്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്തേക്കുന്നത് ബീഫ് വിന്താലും ഉണ്ട്, പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു കപ്പ ഓർഡർ ചെയ്തിട്ടുണ്ട്. കപ്പയുടെ കൂടെ അയിലക്കറി ഉണ്ട്. സോ ഇതാണ് ഇപ്പോഴത്തെ ഓർഡർ ചെയ്തേക്കുന്നത്. പിന്നെ പപ്പ പുട്ടുണ്ട്, പിന്നെ മമ്മിയും പഴങ്കഞ്ഞിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കാം കേട്ടോ. പഴങ്കഞ്ഞിക്ക് കൂടെ മമ്മിക്ക് മാത്രം പഴങ്കഞ്ഞിക്ക് ചൂട് എന്ത് പറയാന്, ചൂടും തണുപ്പും അറിയാത്ത മനുഷ്യത്തി. ആക്ച്വലി തൈരല്ല, നല്ല മോര്, നാടൻ മോര്. കടല കഴിച്ചോട്ടെ. ആക്ച്വലി പഴങ്കഞ്ഞി കൂടി കഴുകരുത്, ടേസ്റ്റ് ഞെരടി കഴിക്കണം. അപ്പൊ ഇനി ബീഫ് വിന്താലും ഇതും കൂടിട്ട് കുഴച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഗ്രേവിയാണ് അതിന്റെ അടുത്തേക്കണം ആദ്യം. പച്ചമുളക് ഇട്ട് കഴിക്കണം അല്ലേ? ആഹാ, എങ്ങനുണ്ട്? കപ്പയിട്ട് കഴിക്കുന്നു. കപ്പയുടെ അപ്പ സൂപ്പർ. ഫിഷ് നോക്കട്ടെ.
ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ അപ്പൊ പഴങ്കഞ്ഞി ഞാൻ അടിച്ചു മാറ്റിയിരിക്കുന്നു. ലാസ്റ്റ് പഴങ്കഞ്ഞിയായി മാറി, കപ്പ മാറ്റിട്ട് പഴങ്കഞ്ഞിയാക്കി. പഴങ്കഞ്ഞിയും മീൻകറി കൂടെയാണ്. ചോറ് ഇഷ്ടമല്ലെങ്കിലും പഴങ്കഞ്ഞിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ഒരു വികാരമാണ്. കപ്പ ഏകദേശം ഒരു പുട്ടിന്റെ ഒരു ഭാഗം കൂടെ ഉള്ളു, ബാക്കിയെല്ലാം തീർത്ത്. പപ്പയ്ക്ക് അഭിപ്രായം ഉണ്ടാവില്ല. പപ്പ നല്ല അഭിപ്രായം പറയൂ. അപ്പം പറയൊന്നുമില്ല. അപ്പൊ നല്ല അഭിപ്രായം എന്നൊക്കെ പറയുള്ളൂ. നല്ല മീൻതാലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സ്പൈസിയാണ്. എന്നാ മീൻതാലി സ്പൈസി വേണം. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പഴങ്കഞ്ഞി അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയിലായിരുന്നു ഇതായിരുന്നു. കാരണം കപ്പയും ആ മോരും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. ബീഫ് ഫ്രൈയും ഒരു തെറ്റുമില്ല പറയാനായിട്ട്. നല്ല ബീഫ് ഫ്രൈ ആണ്. മീൻകറിയെ പറ്റി പറയുകയാണെങ്കിൽ കാണുന്ന പോലെയല്ല, എരിവൊന്നുമില്ല, നല്ല ടേസ്റ്റിയാണ്, സ്പൈസ് കുറവാണ്. നമ്മൾ കാശ്മീരി ആണ് ഇവര് കൂടുതൽ ഇട്ടേക്കണത്. കാരണം ധൈര്യമായിട്ട് മീൻകറി കഴിക്കാട്ടോ ഇവിടുത്തെ. കപ്പ ഏകദേശം ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം പഴങ്കഞ്ഞി കേട്ടപ്പോ കപ്പ വേണ്ട. പിന്നെ ഇതിന്റെ ചമ്മന്തിപ്പൊടി പറയാനൊരു രക്ഷയില്ല കേട്ടോ. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണെന്നാണ് എന്റെ വിശ്വാസം. കാരണം നല്ല ഒരു ഡ്രൈ ആയിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലൂടെ കോഴി ഫ്രൈ നല്ല ടേസ്റ്റ് ആണ്. ഓവറോൾ എല്ലാം അടിപൊളി ഫുഡാണ് കേട്ടോ. ഈ സൈഡ് ഡിഷ് ഏകദേശം തീർന്നു. മറ്റേ ഉണക്കമീനും ചമ്മന്തിപ്പൊടി. പഴങ്കഞ്ഞി ഓൾമോസ്റ്റ് തീർത്തു. ഇന്നത്തെ കഞ്ഞോളം മാത്രം ബാക്കിയുണ്ട്. അപ്പൊ വിന്താലുവിന്റെ ഒരു ചെറിയ പീസ് ഞാൻ തിന്ന് തീർത്തിരിക്കുകയാണ്. എന്നെ കളിക്കരുത്. ആസ് യൂഷ്വൽ പരാജയപ്പെട്ടിരിക്കുന്നു. എന്ത് ഫുഡ് കൊടുത്താലും പകുതി അവിടെ വെച്ചിട്ട് പോണ ആളുകളെ മോളുടെ മാത്രമുള്ളൂ കേട്ടോ. ഞാൻ ഇനി മുതൽ എല്ലാരും മേടിക്കുന്ന സാധനത്തിന് ഷെയർ എടുത്ത് കഴിക്കുള്ളൂ. സ്വന്തമായിട്ട് ഓർഡറിങ് നിർത്തി. പിന്നെ മമ്മി എല്ലാ സാധനവും ആദ്യം വേണം പറയും. ലാസ്റ്റ് ഇതാണ് അവസ്ഥ. ഭയങ്കര ആവേശമാണ്. എല്ലാത്തിനും ആവേശമുണ്ട്, പക്ഷെ തിന്നൂല. പിന്നെ പപ്പ എല്ലാ സമയം പോലെ കൊടുത്ത ഭക്ഷണം മിണ്ടാതിരുന്ന് കഴിച്ചോളും. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ അത് മുഴുവൻ തീർത്തോളും. കാരണം പപ്പനെ കൊണ്ട് പ്രശ്നമില്ല. ലാസ്റ്റ് എല്ലാം ഞാൻ തിന്നേണ്ട അവസ്ഥയാണ്. ലാസ്റ്റ് പാത്രങ്ങൾ കാലിയാക്കുന്ന കാണിക്കൂ. പപ്പയെ കൊണ്ട് കിനുവിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളതെല്ലാം. കണ്ട പപ്പ കാലിയാക്കിയിരിക്കുന്നു. കാലിയാക്കിയിരിക്കുന്ന ഒരാള് വേണ്ടിയിരിക്കുന്നു. മമ്മി ചിന്താവശ്യായിട്ട് ഇരിക്കുവാണോ മമ്മി? പപ്പയും ഞാനൊക്കെ ഫുഡ് കാലിയാക്കി. മമ്മിയെ തന്നെ കാലിയാക്കി വെച്ചോളൂ. ഇനി പപ്പയുടെ ഊഴമാണത്. കഞ്ഞി കഴിക്കുക എന്നുള്ളതല്ല, പഴങ്കഞ്ഞി കഴിക്കുക എന്നുള്ളത്. കഴിച്ചോളൂ പപ്പ, കഴിച്ചോളൂ. ഇനി ധൃതി പിടിക്കരുത്. പപ്പയ്ക്ക് സമാധാനം കൊടുക്കൂ. ബീഫിന് നെയ്യൊന്നുമില്ല കേട്ടോ. എല്ലാം നല്ല പീസുകളാണ് ബീഫ്. ബീഫില് ശരിയാ. അങ്ങനെ ചവും അങ്ങനത്തെ സാധനമൊന്നും ഇല്ലാത്തവര് നല്ല ടേസ്റ്റാണ്. അങ്ങനെ അടുത്തത് പപ്പ കഞ്ഞിയുടെ കൂടെ കപ്പയും മീനും ഒക്കെയാണ് കഴിക്കുന്നത്. അല്ല പപ്പ, ഇത് മീനെടുക്ക്. അയിലത്തല അളിയനും കൊടുക്കില്ലെന്നാണ് വെപ്പ്. സോ ഈ അയിലത്തല ഞാൻ തന്നെ കഴിച്ചോളാം. അത് ശരി. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് പപ്പയും കിനു ആണെന്നാ തോന്നുന്നു. അവരെല്ലാം കാലിയാക്കി. നാടൻ ഫുഡ് കഴിക്കണ ഒരു ടേസ്റ്റിന് വേറെ. ഈ ബർഗറും പിസ്സയൊക്കെ കഴിച്ചവർക്ക് അതിന്റെ
എന്താണെന്ന് പോലും അറിയാൻ പാടില്ല ടേസ്റ്റ്. സോ അവസാനം ഇതാണ് നമ്മുടെ അവസ്ഥ. ലാസ്റ്റത്ത് ഫുഡ് അടിപൊളിയായതുകൊണ്ട് എല്ലാം നക്കി വടിച്ചു തിന്നാ പറയാ. അത്രയും ടേസ്റ്റ് ആണ് നമ്മുടെ ഫുഡ് കേട്ടോ ഇവിടുത്തെ. പിന്നെ അപ്പൻ്റെ എനിക്ക് അടിപൊളിയായിട്ട് പ്ലേറ്റ് ഒക്കെ എല്ലാം തീർത്ത് കാര്യമൊക്കെ ചക്കരയാണ്. കൊള്ളൂട്ടാ, എങ്ങനെയുണ്ട് ഫുഡ്? നല്ലല്ലേ? ഞാൻ തേങ്ങാക്കൊത്ത് ബിസ്ക്കറ്റ് കഴിക്കുന്നില്ല ബീഫിനകത്ത്. എങ്ങനെയുണ്ടാ ഫുഡ്? മമ്മി എങ്ങനെയുണ്ട്? നല്ല ഫുഡാണ് കേട്ടോ. സോ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.